കൊല്ലത്ത് മുടി വെട്ടിയില്ലെന്നാരോപിച്ച് 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂൾ അധികൃതർ. കൊല്ലം ഉമയനല്ലൂർ മൈലാപ്പൂർ AKM-HSSലാണ് സംഭവം. കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. അകത്തിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി കെട്ടിട്ട് വരാനാണ് അവർ പറയുന്നത്. എല്ലാവരും എത്ര പേരെ പുറത്തിറങ്ങി? ഇപ്പോൾ 10-14 പേരുണ്ട്. 14 പേര്. എത്ര പഠിക്കും നിങ്ങൾ? ഞങ്ങൾ +1. അടുത്ത ഇപ്പോൾ +2. ടീച്ചർ എന്താ ഇപ്പോൾ പറയുന്നത്? ടീച്ചർ ഇപ്പോൾ അകത്ത് പോലും കേട്ടുന്നില്ല, വെളിയിൽ പോവാൻ. കുറച്ചുമേ മഴയത്ത് ഇറക്കിയിട്ട് അവര് മഴയത്ത് ഇറക്കിയിട്ട് ഇപ്പൊ വെയിലായി. ഇന്നലെ ഇതാണ് കാര്യം, ഇറങ്ങി വെളി ഇറക്കി വിടുക. സ്കൂൾ ഗ്രൗണ്ടാണ്, കേരളമുള്ള പിള്ളേർക്ക് അസുഖം അവർ പറയും. സ്കൂള് വൃത്തിയാക്കിയിട്ടാണ് പിള്ളേരെ വൃത്തിയാക്കുന്നത്. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, മുടി വെട്ടിയില്ല എന്ന ചെറിയ കാരണത്താൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് ക്ലാസ് നിഷേധിക്കാനുള്ള അധികാരവും മഴയത്തവരെ റോഡിലിറക്കി നിർത്താനുള്ള അധികാരവും ഒക്കെ ഈ സ്കൂൾ അധികാരികൾക്കുണ്ടോ? ആര്യ, അധ്യയന വർഷം ആരംഭിച്ചതേ ഉള്ളൂ. ഉടൻ തന്നെ ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് കൊല്ലം ഉമയനല്ലൂരുള്ള മൈലാപ്പൂർ എന്ന സ്ഥലത്താണ് ഒരു സ്വകാര്യ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. AKM-HSS എന്നാണ് പേര്. ഇതിൽ ഒരു 14 വിദ്യാർത്ഥികളെയാണ് ഇന്ന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത്. മുടി വെട്ടി ക്ലാസ്സിൽ വന്നില്ല എന്നുള്ളൊരു ആരോപണത്തെ തുടർന്നായിരുന്നു ഈ വിദ്യാർത്ഥികളെ പുറത്താക്കിയത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു എന്ന് പറയുന്നു, അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, കട തുറക്കില്ല, അടുത്ത ദിവസം ഞങ്ങൾ മുടി വെട്ടി എത്താം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഈ അധികൃതർ തയ്യാറായില്ല. ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല. വിദ്യാർത്ഥികളെ പുറത്താക്കുകയായിരുന്നു എന്ന് പറയുന്നു. രാവിലെ മഴയുണ്ടായിരുന്നു. ഈ മഴയും നനഞ്ഞ് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. നമ്മൾ ഈ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ രക്ഷിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുമായിട്ട് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറ്റാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയുന്നത് രക്ഷിതാക്കൾ എത്തി, രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികളെ വിട്ടിട്ടുണ്ട്. സ്കൂളിന്റെ ചില മാനദണ്ഡങ്ങളുണ്ട്, മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തണം എന്നുള്ളൊരു നിർദ്ദേശത്തെ തുടർന്ന് ഇവരെ പറഞ്ഞു വിട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആര്യ, ഈ ഇത്തരത്തിൽ കുട്ടികളോട് ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചതിൽ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് വിനീഷ്? രക്ഷിതാക്കൾ എത്തിയിരുന്നു. സ്കൂളിൽ നിന്നും അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികളോടൊപ്പം മാനേജ്മെന്റുമായിട്ട് അവർ ചർച്ച ചെയ്തു. എന്നിട്ട് ഈ അടുത്ത ദിവസം മുടിവെട്ടി എത്താം, വിദ്യാർത്ഥികളെ കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവർ പിരിഞ്ഞു പോയത്. ഇന്ന് പ്രദേശത്ത് മഴയായതുകൊണ്ട് ഇന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു ക്ലാസ്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ് മുറികളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം മുതൽ ഇവർക്ക് തുടർ പഠനം അനുവദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉമയനല്ലൂർ മൈലാപ്പൂർ AKM-HSSലാണ് ഈ സംഭവം. കുട്ടികൾ മുടി വെട്ടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ക്ലാസ്സിന് വെളിയിലാക്കുകയും മഴയുള്ള സമയത്ത് തന്നെ ഗേറ്റിന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അടൂരിലും ഉണ്ടായിരുന്നു. അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിൽ മുടി വെട്ടാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയ സംഭവത്തിൽ AISF പ്രതിഷേധം. സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രിൻസിപ്പലുമായി നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തുന്നതടക്കമുള്ള നടപടികൾ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതായി AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത്, ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണു എന്നിവർ പറഞ്ഞു.